പിണറായി വിജയന്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു കോക്കസിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിന്റെ പരാജയവും കേരളം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവാതെ വഴിതിരിച്ചുവിടുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെയും CPIM-ന്റെയും ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനു പിന്നിലെന്ന് DCC സെക്രട്ടറി സമദ് മങ്കട പെരിന്തൽമണ്ണയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിനെതിരെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. പെരിന്തൽമണ്ണയിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ തുടക്കമാവുന്നു. പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കാനെത്തിയ DCC സെക്രട്ടറി സമദ് മങ്കട CPIM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും ഗൂഢതന്ത്രങ്ങളാണെന്ന് സമദ് മങ്കട ആരോപിച്ചു. നവകേരള സദസ്സിന്റെ പരാജയവും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവാതെ വഴിതിരിച്ചുവിടാനുള്ള ഗൂഢതന്ത്രമാണ് ഇതിനു പിന്നിലെന്നും നിയമത്തെ അനുസരിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസും UDF-ഉം നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരെ ആഞ്ഞടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറകിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഈ നവകേരള സദസ്സെല്ലാം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. അപ്പോൾ വീണ്ടും ചർച്ചകൾ ഇവിടുത്തെ വികസന മുരടിപ്പും അതുപോലെ തന്നെ ഭരണ തകർച്ചയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ചർച്ച വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരങ്ങളും പോലീസ് പരിപാടികളും മർദ്ദനങ്ങളും അതുപോലെ തന്നെ മാർച്ചുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാസമെങ്കിലും ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വന്ന് ഭരണപരാജയം മൂടിവെക്കാം മറച്ചു വെക്കാം എന്നുള്ള ഗൂഢതന്ത്രത്തിൻ്റെ പിണറായി വിജയന്റെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു കോക്കസിൻ്റെ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്തതും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജനങ്ങളെ അണിനിരത്തി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് UDF നേതൃത്വമെന്നും അദ്ദേഹം അറിയിച്ചു. അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ജനാധിപത്യ രീതിയിൽ നിയമത്തെ മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF-ഉം ഒക്കെ അത് ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ് ഇനിയുള്ള നാളുകളിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചാനൽ 10 പെരിന്തൽമണ്ണ. DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന മലബാർ എക്സ്പോ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. നീരാളിയുടെ കവാടത്തിലൂടെയുള്ള പ്രവേശനം, ആരെയും ആകർഷിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ, കുഞ്ഞു മനസ്സുകളുടെ മനസ്സിനെ ആകർഷിക്കുന്ന വ്യത്യസ്ത തരം പക്ഷികളുടെ വലിയ ലോകം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ, വ്യത്യസ്ത തരം റൈഡുകൾ. ആസ്വദിക്കൂ ഈ അലങ്കാര മത്സ്യ പ്രദർശനവും പെറ്റ് ഷോയും. DG അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ ഡിസംബർ 8 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെ. DG അമ്യൂസ്മെന്റ് മലബാർ എക്സ്പോ, ബൈപ്പാസ് റോഡ്, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിന് പിൻവശം, പെരിന്തൽമണ്ണ.